الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വ്യത്യസ്ത തരത്തിലുള്ള വാർത്തകളും അനുഭവങ്ങളും അവസ്ഥകളിലൂടെയുമാണ് നമ്മൾ കടന്നുപോകുന്നത്. ഒരു ഭാഗത്ത് സ്വന്തം മക്കളുടെ സുരക്ഷയ്ക്കും ജീവനും അപകടകരമാകുന്ന കാര്യങ്ങളെ ജാഗ്രതയോടുകൂടെ നോക്കിക്കാണുകയും രോഗത്തിലും മറ്റു പ്രയാസങ്ങളിലുമൊക്കെ അകപ്പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങൾക്കു വേണ്ടി ശക്തമായ പ്രാർത്ഥനയും പരിശ്രമങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായി നമ്മൾ കാണുന്നു. തിരുവമ്പാടിയിലെ ഇഹ്സാൻ എന്ന ഇസുമോൻ, അവൻ വല്ലാത്ത ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോഴുള്ളത്. 4 മണിക്കൂർ കൊണ്ട് 40,44,330 രൂപയാണ് മലയാളികൾ ആ കുഞ്ഞുമോന്റെ ജീവിതം തിരിച്ചു ലഭിക്കാൻ വേണ്ടിയിട്ട് സംഭാവനയായിട്ട് അർപ്പിച്ചിട്ടുള്ളത്. അവനുവേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അനിവാര്യമായൊരു ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത് എന്ന് അവന്റെ കുടുംബാംഗങ്ങൾ സോഷ്യൽ മീഡിയ വഴി അറിയിക്കുകയും എല്ലാ മിമ്പറിലും പൊതുവായിട്ട് യാതൊരു തരത്തിലുമുള്ള വേർതിരിവുമില്ലാതെ പ്രാർത്ഥിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ കുഞ്ഞുമോന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ അവസ്ഥകളും തുറന്നു നൽകുകയും പരിപൂർണമായ ശിഫാഉൻ ആജിൽ സമ്മാനിക്കുകയും ചെയ്യുമാറാവട്ടെ. ഒരു ഭാഗത്ത് കുഞ്ഞുങ്ങളോടുള്ള ജീവനോടുള്ള വാത്സല്യവും കാരുണ്യവുമാണ് പ്രകടമാകുന്നതെങ്കിൽ മറുഭാഗത്ത് പിഞ്ചുമക്കളോട് അരുതായ്മ ചെയ്യുന്ന, ക്രൂരമായി അവരെ പീഡിപ്പിക്കുന്ന, 2 കാലും പിടിച്ച് തറയിൽ തല്ലി അവരെ കൊന്നൊടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 1.5 വയസ്സിൽ ഒരു കുഞ്ഞിന് നേരിടാവുന്നതിലപ്പുറത്ത് വലിയ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങി അവസാനം ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന കള്ളം പറഞ്ഞ് ആ കുഞ്ഞിനെ അച്ഛൻ കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ വായിക്കുകയാണ്. തന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ താൻ സ്നേഹിച്ച പെണ്ണിന്റെ പിഞ്ചുകുഞ്ഞിനെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ മറ്റൊരു ഭാഗത്ത് തറയിൽ തല്ലിക്കൊല്ലുന്ന ചിത്രം CCTV ദൃശ്യങ്ങളിലൂടെ കാണേണ്ടി വന്ന ഹതഭാഗ്യരാണ് നമ്മൾ. ഇവിടെ സഹോദരന്മാരെ, നമ്മൾ വിശ്വാസികളാണ്. വിശ്വാസിയുടെ ഹൃദയം നിറച്ചും കരുണയാണ്, സ്നേഹമാണ്. റഹമാഉ ബൈനഹും,
പരസ്പരം കരുണ ചൊരിയുന്നവരാണ് വിശ്വാസി വൃന്ദങ്ങൾ. ഇസ്ലാം വന്ന മണ്ണ് കലാപത്തിന്റെ മണ്ണാണ്, രക്തച്ചൊരിച്ചിലിന്റെ മണ്ണാണ്, പരസ്പരം ശത്രുതയും വൈരാഗ്യവും വിദ്വേഷവുമുള്ള മണ്ണാണ്. അവിടെ വന്നിട്ടാണ് വിശുദ്ധ ഇസ്ലാം പറഞ്ഞത്, വലാ തുഫ്സിദൂ ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയിൽ സമാധാനം കുടികൊണ്ടാൽ അവിടെ നിങ്ങൾ അസമാധാനം ഉണ്ടാക്കരുത്, പരസ്പരം അനൈക്യവും ഛിദ്രതയും കലാപവും ഉണ്ടാക്കരുത്. നിങ്ങളുമായി ഇണങ്ങി ജീവിക്കുന്നവരുമായിട്ട് നിങ്ങൾ ഇണങ്ങി ജീവിക്കണം. ആദർശപരമായിട്ട് നിങ്ങൾ വ്യത്യസ്തരായിരിക്കാം, മതപരമായിട്ട് നിങ്ങൾ വ്യത്യസ്ത ആശയക്കാരായിരിക്കാം. പക്ഷേ നിങ്ങളുമായി ഇണങ്ങി ജീവിക്കുന്നവർക്ക് അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യണമെന്നും അവരോട് പോലും നിങ്ങൾ നീതിപൂർവകമായി വർത്തിക്കണമെന്നും പറഞ്ഞ് ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ്, സമാധാനത്തിന്റെ മതമാണ്, ഇണക്കത്തിന്റെയും സ്നേഹത്തിന്റെയും മതമാണ്, സഹാനുഭൂതിയുടെയും സഹവർത്തിത്വത്തിന്റെയും കൈത്താങ്ങിന്റെയും ആശ്വാസം പകരലിന്റെയും മതമാണ്. ഹിറയിൽ നിന്ന് പേടിച്ച് വിറച്ചു വന്ന പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ ബീവി ആശ്വസിപ്പിച്ചത്, പ്രവാചകരെ താങ്കൾ അല്ലാഹ് കൈവെടിയുകയില്ല, താങ്കൾ കാരുണ്യമുള്ളവനും സ്നേഹമുള്ളവനുമാണ്, ബലഹീനരെ ചേർത്ത് പിടിക്കുന്നവരാണ് അങ്ങ്, ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നവരാണ് അങ്ങെന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ അനുയായികളായ നമ്മൾ, ആ നാമം പേറുന്ന നമ്മൾ, സുഹൃത്തുക്കളെ, കരുണയായിരിക്കണം എല്ലാവരോടും, കൂടെ ജീവിക്കുന്ന ഇണകളോട്, മക്കളോട്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, ഇല്ലായ്മയുടെ കാലഘട്ടത്തിൽ പട്ടിണി കിടന്ന് നമ്മെ പോറ്റി വളർത്തി, അവർക്ക് കഴിക്കാൻ കൊടുത്ത ഭക്ഷണം മടിക്കിയിൽ തന്റെ മക്കൾക്ക് ഒളിപ്പിച്ചു വെച്ച് പാത്തും പതുങ്ങിയും ആരും കാണാതെ നമ്മുടെ വായിലേക്ക് പതിയെ പതിയെ വെച്ച് നൽകി നമ്മെ പോറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, പടച്ച റബ്ബേ, ചെറുപ്പത്തിൽ അവർ ഞങ്ങളോട് കരുണ കാണിച്ചതിന് അളവില്ല, അറുതിയില്ല. പണം കൊടുത്താൽ തികയുന്നതല്ല അത്, സമയം കൊടുത്താൽ തികയുന്നതല്ല അത്. ദൂരെ നിന്ന് തന്റെ മാതാവിനെ ഷോൾഡറിലെത്തിയിട്ട് പരിശുദ്ധ ഹറമിൽ വന്ന് ആ മാതാവിനെ തോളിൽ വെച്ച് തവാഫ് ചെയ്ത് സഅയ് നടത്തി ഇബ്നു ഉമറിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, പോരെ, എന്റെ മാതാപിതാക്കളോടുള്ള വാത്സല്യത്തിനും കരുണയ്ക്കും പകരമുള്ള ഒരു പ്രതിക്രിയക്കും ഇത് മതിയായതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അവർ നിനക്ക് വേണ്ടി സഹിച്ച ഒരു നിശ്വാസത്തിനുള്ള ഒരു നെടുവീർപ്പിനുള്ളത് പോലും ആയിട്ടില്ലെന്ന് പറയുമ്പോൾ, സുഹൃത്തുക്കളെ, എത്രയധികം കരുണ കാണിക്കേണ്ടവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അതോടൊപ്പം നമ്മുടെ മക്കൾ, നമ്മുടെ ഇണകൾ, ആണ് പെണ്ണിനോടും പെണ്ണാണിനോടും കാണിക്കേണ്ട കാരുണ്യം വല്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിൽ വെച്ചത് റഹ്മത്താണ്, മവദ്ദതൻ വറഹ്മ. വാചകങ്ങൾ കൊണ്ട് വർണ്ണിക്കാനാകാത്ത രണ്ടു പദങ്ങളാണ് മവദ്ദത്തും റഹ്മത്തും. അവിടെയും കരുണയാണ് സഹോദരന്മാരെ. പിന്നീട് നമ്മുടെ മക്കളോട് കാരുണ്യം വേണം, കാരുണ്യത്തിൽ വർത്തിക്കണമെന്നാണ്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. 5 നേരം നിസ്കരിക്കുന്നുണ്ടാകാം, സദഖ കൊടുക്കുന്നുണ്ടാകാം, ഹജ്ജ് ചെയ്ത് നാട്ടിൽ ലാൻഡ് ചെയ്തവനായിരിക്കാം, എങ്കിൽ പോലും ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. മല്ലം യർഹം സഗീറനാ വയുഖിർ കബീറനാ, മുതിർന്നവരെ ബഹുമാനിക്കാത്ത, ആദരിക്കാത്ത. പുതിയ തലമുറക്ക് അല്പം കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ ചില മക്കളിൽ നിന്ന് നമ്മളത് കാണുന്നുമുണ്ട്. നമുക്കത് കുറഞ്ഞു പോകുന്നുണ്ടോ നമ്മൾ പരിശോധിക്കണം. മുതിർന്നവരോടുള്ള ബഹുമാനവും ആദരവും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഈ ദീനിന്റെ സൗന്ദര്യത്തിൽപ്പെട്ടതാണ് നരച്ചവരോട് കാണിക്കുന്ന ആദരവ്, പ്രായമായവരോട് കാണിക്കുന്ന ആദരവും ബഹുമാനവും. റസൂലുള്ളാഹി ആദ്യം പറഞ്ഞത് എന്താണ്? മല്ലം യർഹം സഗീറന, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നിനും മാത്രം തണ്ടും തടിയുമുള്ള, തലച്ചോറിന്റെ വളർച്ച പൂർത്തിയായ, മസിൽസിന്റെയും അവയവങ്ങളുടെയും എല്ലാം വളർച്ച പൂർത്തിയായ നമ്മളെപ്പോലുള്ള തണ്ടും തടിയുള്ള ഒരു മനുഷ്യൻ ഫുട്ബോൾ തട്ടുന്ന പോലെ ഒരു കുഞ്ഞിനെ തട്ടിക്കളിക്കുമ്പോ നമുക്കെന്ത് ന്യായം പറയാനാകും? നമുക്കെന്ത് ന്യായം പറയാനാകും? ആ കുഞ്ഞിനോട് കാണിക്കേണ്ട കാരുണ്യം, ആ കുഞ്ഞിനോട് കാണിക്കേണ്ട അലിവ്, അല്ലേ? കുഞ്ഞാണെന്ന തിരിച്ചറിവ്. ഞാനും ഇങ്ങനെയായിരുന്നു, എനിക്കും ഇതുപോലൊരു കാലം കടന്നുപോയിട്ടുണ്ട്. വിവരമില്ലായ്മകൾ ചെയ്ത, വികൃതികൾ ചെയ്ത, അല്ലെ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത എനിക്കും ഒരു ബാല്യമുണ്ടായിരുന്നു, എനിക്കും ഒരു ചെറുപ്പകാലമുണ്ടായിരുന്നു എന്ന തിരിച്ചറിവ് പോലും നഷ്ടപ്പെട്ടിട്ടാണ് ചിലരൊക്കെ കരയുമ്പോൾ ദേഷ്യം പിടിക്കുന്ന ആൾക്കാര്, അല്ലെ, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് സ്വന്തം വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ ഇത്തിരി പോന്ന കുഞ്ഞുങ്ങൾ
കുഞ്ഞുങ്ങളോട് വളരെ ക്രൂരമായി പെരുമാറുന്നവന് എന്ത് വിദ്യാഭ്യാസമാണ് നേടിയത്, എന്ത് സംസ്കാരമാണ് നേടിയത്, എന്ത് പക്വതയും പാകതയും നേടിയെന്നാണ് നമ്മൾ പറയുന്നത്. ഈ കുഞ്ഞിന്റെ മനസ്സിനെ പോലും തൊട്ടറിയാൻ കഴിയാത്ത നമ്മൾ ബിഗ് സീറോ ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ നമ്മൾ മനസ്സലിവുള്ളവരാണ്, മനസ്സിൽ കരുണയുള്ളവരാണ്, ആ പരസ്പരം അറിയാനും തിരിച്ചറിയാനും ശേഷിയുള്ളവരാണ്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എല്ലാറ്റിലും മാതൃകയാണ്. അവിടുന്ന് കുഞ്ഞുങ്ങളോട് പെരുമാറിയ രീതി ധാരാളം ചരിത്രങ്ങളിൽ നമുക്ക്, ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മക്കളെ ചേർത്ത് പിടിക്കുമായിരുന്നു, വാത്സല്യം കാണിക്കുമായിരുന്നു. തന്റെ മക്കളോട് മാത്രമല്ല, സഹാബത്തിന്റെ മക്കളോടും. മഹാനായ സെയ്ദ് പ്രവാചകന്റെ കൂടെ ജീവിച്ച സഹാബിയാണ്. സെയ്ദിന്റെ മകനാണ് ഉസാമ. ഉസാമയുടെ മൂക്കൊലിക്കുമ്പോ അത് പിടിച്ചുകൊടുത്തത് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഒരു തുടയിൽ ഹസനെയും മറ്റേ തുടയിൽ ഉസാമയെയും എടുത്തിരുത്തിയിട്ട് രണ്ടുപേരെയും ചുംബിച്ച് മാറോട് ചേർത്ത് വെച്ച് രണ്ടുപേർക്കും വേണ്ടി ആത്മാർത്ഥമായി റസൂലുള്ള പ്രാർത്ഥിച്ചത് നിരവധി ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, എവിടെയാണ് നമ്മുടെ മക്കളോടുള്ള വാത്സല്യം? അത് പ്രാർത്ഥനയായിട്ട്, അത് ലാളനയായിട്ട്, അത് കരുണയായിട്ട്, അത് സ്നേഹമായിട്ട് വഴിഞ്ഞൊഴുകുന്നില്ലെങ്കിൽ സുഹൃത്തുക്കളെ, ആ മക്കൾ നാളെ നമുക്ക് നേരെ തിരിഞ്ഞു നിന്നിട്ട് പറയും, എന്റെ പിതാവ് എന്നെ സ്നേഹിച്ചിട്ടില്ല, എന്നെ സ്നേഹിച്ചത് ഈ ഓട്ടോ ഡ്രൈവറാണ്, എന്നെ സ്നേഹിച്ചത് അന്യമതസ്ഥനായ എന്നെ സുഹൃത്താണ്, എന്റെ ഉമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല, എന്റെ ഉപ്പ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അവരെ സ്നേഹിക്കുന്നു, പക്ഷേ ആ സ്നേഹം അവർക്ക് പ്രകടമായിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലുള്ള മരിക്കാൻ കിടക്കുമ്പോ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മുന്നിൽ വന്ന് കരയുന്ന രംഗം ചരിത്രത്തിലുണ്ട്, അല്ലെ? കരഞ്ഞത് എപ്പോഴാണ്? റസൂലുള്ള നബി ഫാത്തിമയോട് പറയാ, പൊന്നുമോളെ ഫാത്തിമ, ഉപ്പ മരിക്കാനായി എന്ന് പറഞ്ഞപ്പോൾ സുഹൃത്തുക്കളെ, മൊബൈൽ എടുത്ത് അപ്പുറത്തെ ടേബിളിൽ നിന്ന് തോണ്ടിക്കളിക്കുകയല്ല, മറ്റേതെങ്കിലും കളിപ്പാട്ടത്തിലേക്ക് തിരിയുകയല്ല, മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ച് മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവുകയല്ല ഇന്നത്തെ ആളുകൾ ചെയ്യുന്നത് പോലെ. ആക്സിഡന്റായി വീണ് കിടക്കുമ്പോൾ പോലും ചോദിക്കുന്നത് എന്റെ ഫോൺ എവിടെ എന്നാണ്. ആംബുലൻസിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ ബോധമില്ല, അവന് ബോധം തിരിച്ചു കിട്ടുമ്പോൾ അവൻ ചോദിക്കുന്നത് എന്റെ ഫോൺ എവിടെ എന്നാണ്. ആ ആംബുലൻസിൽ കടന്നവന് സ്ട്രക്ചറിൽ കടന്ന് പകുതി ബോധത്തിൽ അവനവന്റെ ഫോണിൽ തോണ്ടിക്കളിച്ചാൽ മതി എന്നിടത്താണ് ഇന്നത്തെ തലമുറയുള്ളതെങ്കിൽ അന്നത്തെ തലമുറ അങ്ങനെയല്ല സുഹൃത്തുക്കളെ. ആ അഗൈതവമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള പിതാവും മകളും തമ്മിലുള്ള ആ വല്ലാത്തൊരു ബന്ധം, ആ ഒരു ബോണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ കണ്ണ് നിറക്കുകയാണ് ഉപ്പ മരിക്കുകയാണെന്ന് പറയുമ്പോ. പിന്നീട് ചിരിക്കുകയാണ്. എപ്പോഴാണ് ചിരിച്ചത്? അഹ്ലുബൈത്തിൽ നിന്ന് ആദ്യമായി എന്നിലേക്ക് വന്നു ചേരുന്നത് ഫാത്തിമ നീയായിരിക്കും, അതായത് ഈ കുടുംബത്തിൽ നിന്ന് അടുത്ത മരണം നിന്റേതായിരിക്കും എന്ന് പറഞ്ഞപ്പോ, പടച്ചോനെ ഞാൻ മരിക്കോ എന്നാലോചിച്ച് ഫ്രസ്ട്രേറ്റഡ് ആവുകയല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂലിലേക്ക് ചെന്ന് ചേരാമല്ലോ എന്നാലോചിച്ച് ഫാത്തിമ ബീവി പുഞ്ചിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇതാണൊരു പിതാവും മാതാവും തമ്മിലുള്ള, മക്കളും തമ്മിലുള്ള, ഒരു പാരന്റ്സും മക്കളും തമ്മിലുള്ള സ്നേഹമെന്ന് പറയുന്നത്. അത് വാചകങ്ങൾ കൊണ്ട് വർണ്ണിച്ച് സ്ഥാപിക്കേണ്ടതല്ല, മറിച്ച് പ്രവർത്തനങ്ങൾ കൊണ്ട് കാണിക്കേണ്ടതാണ്. ജനിച്ച 3 മക്കളും അബ്ദുള്ളയും ഖാസിമും ഇബ്രാഹിമും മരണപ്പെട്ടു. ഇബ്രാഹിമിന്റെ മയ്യത്ത് മടിയിൽ വെച്ച് റസൂലുള്ള കണ്ണുകൾ നിറച്ചു. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ താങ്കൾ കരയുകയാണോ? അവിടുന്ന് പറഞ്ഞു, ഇത് റഹ്മത്താണ്, കണ്ണുകൾ നിറയും, മനസ്സ് പിടക്കും, അത്രമേൽ ഞാൻ എന്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നിസ്കാരത്തിൽ സുജൂദ് ദീർഘിച്ചുപോയി, അലക്ഷ്യമായി ദീർഘിച്ചു പോയപ്പോ സഹാബത്തിന് ആശങ്കയായി. നിസ്കാരം കഴിഞ്ഞവർ നബിയോട് ചോദിച്ചു, നബിയെ എന്താണ് പറ്റിയത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ സുജൂദിലായിരിക്കുമ്പോൾ പേരമകൻ എന്റെ ഷോൾഡറിൽ വന്നിരുന്നു, അവൻ എണീക്കുന്നത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തന്നെ കിടന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. സഹോദരന്മാരെ, അറാബികൾ നബിയുടെ അടുക്കൽ വന്നു, അവർ ഇസ്ലാം സ്വീകരിച്ചു. നബിയുടെ കൂടെ കുറച്ച് ദിവസം ജീവിച്ച് അവർ മടങ്ങിപ്പോകുമ്പോൾ അഖ്റ ഇബ്നു ഹാബിസ് എന്നു പേരുള്ള ഒരാൾ നബി കുഞ്ഞുങ്ങളെ ചുംബിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, അത്തുഖബ്ബിലൂന സുബ്യാനകും, അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾ കുട്ടികളെ ചുംബിക്കുമോ? ഫഖാലു നഅം, റസൂലുള്ളാഹി പറഞ്ഞു, അതേ ഞാൻ ചുംബിക്കും കുട്ടികളെ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ധാരാളം മക്കളുണ്ട്, ഞാൻ ചുംബിക്കാറില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളുടെ ഹൃദയത്തിൽ നിന്ന് പടച്ച റബ്ബ് കരുണയെ ഊരിയെടുത്തുവെങ്കിൽ ഞാൻ എന്തു ചെയ്യാനാണ്? എനിക്കൊന്നും ചെയ്യാനാകില്ലല്ലോ. സുഹൃത്തുക്കളെ, കാരുണ്യമാണ്. ഓന്റെ ഒരു കൊഞ്ചല് കണ്ടാന്നൊക്കെ ചില ആൾക്കാർ പുച്ഛിക്കും. നിനക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ അത് നിന്റെ ബലഹീനതയാണ്.
സ്വന്തം മക്കളോട് കൊഞ്ചാനും അവരോടൊപ്പം കളിക്കാനും അവരോട് വാത്സല്യം കാണിക്കാനും പോലും കഴിയാത്ത അത്രയും റൂഡായിപ്പോയി നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവുമെങ്കിൽ, അത്രത്തോളം നമ്മൾ നമ്മിലേക്ക് ഒതുങ്ങിപ്പോയെങ്കിൽ, അത്രത്തോളം നമ്മൾ വലുതായിപ്പോയെങ്കിൽ അത് നമ്മുടെ അല്പത്തരമാണ് എന്ന് മനസ്സിലാക്കണം. കാരണം ലോകത്തിന്റെ പ്രവാചകൻ നിരവധി പട്ടിണി പാവങ്ങളുടെ അത്താണി, ധാരാളം യതീം മക്കളുടെ സംരക്ഷകൻ, നിരവധി ചുമതലകൾ പടച്ചറബ് ഏൽപ്പിച്ച ഒരു മഹാമനുഷ്യൻ, 9 ഭാര്യമാർ ഒരേ സമയത്തുള്ള വ്യക്തി, ധാരാളം ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ തന്റെ ഇണകളെയും തന്റെ മക്കളെയും തന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ചെറുമക്കളോടുമൊക്കെ കുശലം പറയാനും സ്നേഹം പ്രകടിപ്പിക്കാനും അവിടുന്ന് സമയം കണ്ടെത്തിയെങ്കിൽ സുഹൃത്തുക്കളെ അത് വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അതുകൊണ്ട് ആ മാർഗം സ്വീകരിക്കുന്ന നമ്മൾ മക്കളെ അങ്ങേയറ്റം സ്നേഹിക്കാൻ, അവരോട് വാത്സല്യം കാണിക്കാൻ, അവരോട് വളരെ പക്വമായി പെരുമാറാൻ, അവർക്ക് വേണ്ട കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമയം കണ്ടെത്തുകയും ശ്രദ്ധ ചെലുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഹ്സനുന്നാസി ഖുലുഖാ, ജനങ്ങളിൽ ഏറ്റവും നല്ല ഒരു വ്യക്തി, ആ ഒരു വ്യക്തി അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാണ്, കാന റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു അഹ്സനുന്നാസി ഖുലുഖാ, ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു എന്നാണ്. കുട്ടികൾ കളിക്കുന്നിടത്തുകൂടെ പോകും റസൂലുള്ളാഹ്, എന്നിട്ട് ഓരോ കുട്ടികളെക്കുറിച്ചും റസൂൽ നന്നായിട്ട് അറിയാം. എന്നിട്ട് അവരുടെ വളർത്തു മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും എല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുശലമന്വേഷിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ, ബദറിലേക്കുള്ള വെളിയാളമുണ്ടായപ്പോൾ കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുകയാണ്. അവർ ഓടിച്ചെന്നു റസൂലിന്റെ അടുക്കിലേക്ക്, ഞങ്ങളുമുണ്ട് റസൂലെ യുദ്ധത്തിന്, നിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാനെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് യുദ്ധമില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖേദത്തിൽ കരഞ്ഞുകൊണ്ട് ആ മക്കൾ തിരിച്ചു പോരാണ്. എവിടുന്ന്? ബദറിലേക്കുള്ള പട്ടാളത്തെ സന്നാഹത്തെ ഒരുക്കുന്നിടത്ത് നിന്ന് ആ സഹാബി കുരുന്നുകൾ അവർ നബിയുടെ കൂടെ പോകാൻ പറ്റാത്തതിന്റെ ദുഃഖത്തിൽ തിരിച്ചു പോരുന്നത് കരഞ്ഞുകൊണ്ടാണ്. സഹോദരന്മാരെ, ഫോൺ കൊടുക്കാത്തതിന്റെ പേരിലല്ല കരഞ്ഞത്, ഏതെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ പേരിലല്ല, കളിപ്പാട്ടം കൊടുക്കാത്തതിന്റെ പേരിലല്ല. രണഭൂമിയിൽ അല്ലാഹുവിന്റെ പ്രവാചകന് മുന്നിൽ ഒരു ചെറിയ പരിചയമായിട്ടെങ്കിലും ഈ കൊച്ചു ശരീരം വെച്ചുകൊടുത്ത് റസൂലിന്റെ ദേഹത്തെ സംരക്ഷിക്കാൻ എനിക്ക് പറ്റിയെങ്കിലെന്ന് ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടായത് അത്രത്തോളം റസൂലുള്ള കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ രംഗത്തും വലിയ വലിയ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടതുഭാഗത്തുണ്ട്, എന്നാൽ വലതുഭാഗത്ത് ഒരു പാവപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത്. ഭക്ഷണ പദാർത്ഥം വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്ക് കൊടുക്കട്ടെ എന്ന് ആ കുഞ്ഞിനോട് പെർമിഷൻ ചോദിക്കുമ്പോൾ ആ കുഞ്ഞു പറയണം, അല്ല നബിയെ, നിങ്ങൾക്ക് ശേഷം എനിക്ക് തന്നെ അതിൽ നിന്ന് കുടിക്കണം എന്ന് ആ കുട്ടി പറയുകയാണ്. അത്രത്തോളം ആ കുട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമാണ്. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികൾക്ക് പരിഗണന കൊടുത്തു എന്നുള്ളതാണ്. പെൺമക്കളെ പ്രത്യേകിച്ചും അവരെ സംരക്ഷിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞു, അവരെ വളർത്തുന്നതിന്റെ മഹത്വം പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനെ കുറിച്ച് ഗൗരവത്തിലുള്ള താക്കീതുകൾ കൊടുത്തു, അവരെ അടിക്കുന്നതിനെക്കുറിച്ചും അവരെ ആക്രമിക്കുന്നതിനെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ തിരുത്തുകയുണ്ടായി. അല്ലേ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഒരു വടി സൂക്ഷിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കുന്നില്ലെങ്കിൽ 10 വയസ്സിന് ശേഷം അടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ സുഹൃത്തുക്കളെ അടി? ശിക്ഷയല്ല, ശിക്ഷണമാണ്. ശിക്ഷയല്ല, അത് ശിക്ഷണമാണ്. തോന്നിയതിനെല്ലാം അടിക്കാനും അതിനെല്ലാം തനിക്ക് ദേഷ്യം തീർക്കാനുള്ളതല്ല ഒരിക്കലും നമ്മുടെ മക്കൾ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല നിലക്ക് മക്കളെ കൈകാര്യം ചെയ്തുവെങ്കിൽ ആ ഒരു സ്വഭാവ വൈശിഷ്ട്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഭാഗമായിരുന്നു അവിടുന്ന് മക്കൾക്ക് ഉപദേശങ്ങൾ നൽകും, നിർദ്ദേശങ്ങൾ നൽകും, അവർക്ക് വേണ്ട പ്രാർത്ഥനകൾ നിരന്തരമായി അവർക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ അവരിലുള്ള തെറ്റുകൾ സ്നേഹബുദ്ധിയാൽ തിരുത്തി കൊടുക്കും. എന്തിനാണ് അജു മദ്രസയിൽ പോണത്? ഇതാണ് അജു മദ്രസയിൽ പഠിച്ചത്? എന്ത് കാര്യമുള്ളത്? അങ്ങനെയല്ല പ്രവാചകൻ തെറ്റ് തിരുത്തിയത്. നിഅമർ റജുൽ അബ്ദുല്ലാഹ് ലൗ സല്ലാ ബില്ലൈൽ, അബ്ദുള്ള എത്ര നല്ല കുട്ടിയാണ്, അവൻ രാത്രി കൂടെ നമസ്കരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ്. തീന്മേശയിൽ നിന്ന് പരക്കെ ഭക്ഷണം വാരി വലിച്ചു കഴിക്കുന്ന ഉമർ എന്ന കുട്ടിയെ, ഉമർ ബിൻ അബീ സലമയെ പ്രവാചകൻ എന്താക്രാന്തമാണ്, കാണാത്ത രൂപം എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്യല്ല. റസൂൽ പറയാ, ഐ ബുനയ്യ, പൊന്നുമോനെ, സമ്മില്ല, ബിസ്മി ചെല്ലുമോനെ,
വകുൽ ബിയമീനിക്, നിന്റെ വലത് കൈ കൊണ്ട് തിന്നു മോനെ. വകുൽ മിമ്മാ യലീക്, നിന്റെ മുന്നിൽ നിന്ന് കഴിക്കുമോനെ. സ്നേഹത്തോടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തെറ്റുകൾ തിരുത്തിയത്. വാത്സല്യത്തോടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മകൾ കൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഉമർ ഇബ്നു അബീ സലമ വലുതായി യുവാവായി പ്രായവും പക്വതയും ഒക്കെ ആയതിനു ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ പ്രവാചകൻ എന്നെ പഠിപ്പിച്ച ആ തീന്മേശയിലെ മര്യാദ എന്റെ ജീവിതത്തിൽ പിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ്. നമ്മൾ നിസ്കരിക്കാൻ കുട്ടിയോട് പറയുമ്പോൾ പിന്നെ ആ കുട്ടി ഒരിക്കലും നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെ ആയിരിക്കണം നമ്മൾ ആ കുട്ടിയോട് നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതും പറയേണ്ടതും. അത് ചീത്ത പറഞ്ഞും ശകാരിച്ചും ഭീഷണിപ്പെടുത്തിയും കണ്ണുരുട്ടിയും ചെയ്യേണ്ടതല്ല. വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് നമസ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നും പടച്ചോൻ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്നും നമസ്കരിച്ചാലുള്ള ഗുണങ്ങൾ എന്താണെന്നും നമസ്കരിച്ചിട്ടില്ലെങ്കിലുള്ള ദോഷങ്ങൾ എന്താണെന്നും ഒക്കെ ചോദ്യങ്ങളിലൂടെയും ആശയ സംവേദനങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും അവൻ പലയിടത്തു നിന്നായി കേട്ട ആശയങ്ങളെ അവനിൽ നിന്ന് തന്നെ എടുത്ത് അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്നേഹത്തോടെ അവർക്ക് വസിയ്യത്തുകൾ ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു പ്രവാചകനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുഹൃത്തുക്കളെ, മക്കൾ നമ്മുടെ അടയാളമാണ്. മക്കൾ നമ്മുടെ ഖബറിലേക്കുള്ള വലിയ ഒരു വിഭവമാണ്, അല്ലേ? സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകപ്പെടുമ്പോൾ ഒരാൾ ചോദിക്കും, എന്തിനാണിത് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് അറിയിച്ചു കൊടുക്കുന്ന കാര്യം എന്താണ്? ഇസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മകൻ ഭൂമിയിൽ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നു. സുഹൃത്തുക്കളെ, മരിച്ചുപോയ പിതാവ് കോടികൾ ബാക്കി വെച്ചാലും മക്കൾ ഒരുപക്ഷെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളണമെന്നില്ല. എന്തേ? അയാളുടെ പണമേ കുട്ടികളുടെ കയ്യിലുള്ളൂ, മനസ്സിൽ ആ പിതാവില്ല. അതുകൊണ്ട് വെറും ഒരു ATM കൗണ്ടറായി നമ്മൾ മാറരുത്. തിരക്ക് പിടിച്ചോട്ടത്തിനിടയിൽ നമ്മുടെ മക്കളുമായി ബന്ധപ്പെടാനും അവരെ സ്നേഹിക്കാനും അവരോടൊപ്പം ഒത്തിരിക്കാനും അവരുടെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടെന്ന് ഉറപ്പിക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. എങ്കിലാണ് ഉള്ളിൽ നിന്നാണ് പ്രാർത്ഥന ഉയരുന്നത്. ഉള്ളിലുള്ളവർക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കുകയുള്ളൂ. അതുകൊണ്ട് ഉള്ളിൽ നമ്മെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്നേഹമുണ്ടാകണം. എന്നെ നിങ്ങളെക്കാളെല്ലാം സ്നേഹിച്ചത് ഇവനാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ കൂടെ ഇറങ്ങിപ്പോകാതെ ആരെങ്കിലും കപട സ്നേഹം തന്റെ മുമ്പിൽ വെച്ച് നീട്ടുമ്പോ നിന്നേക്കാൾ എന്നെ സ്നേഹിക്കുന്ന പാരന്റ്സ് ഉണ്ട് എനിക്കെന്ന് നമ്മുടെ മക്കൾ പറയണമെങ്കിൽ ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കാൻ, അവരോട് വാത്സല്യം കാണിക്കാൻ, യാതൊരു തരത്തിലുമുള്ള വേർതിരിവുമില്ലാതെ കറുത്തവൻ വെളുത്തവൻ ആണ് പെണ്ണ്, ഭംഗിയുള്ളവൻ ഭംഗിയില്ലാത്തവൻ, പഠിക്കുന്നവൻ പഠിക്കാത്തവൻ, അങ്ങനെ ഒരു തരത്തിലുമുള്ള വേർതിരിവുമില്ലാതെ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ കൂടെ ജീവിക്കുന്ന മക്കളെ അവരെ എല്ലാം സ്നേഹിക്കാൻ നിനക്ക് മാത്രമേ കിട്ടാവൂ, അവന് കിട്ടരുത്, അവൻ തോൽക്കണം, അവൻ നശിക്കണം, അങ്ങനെ ഒരാളെക്കുറിച്ചും ഒരാഗ്രഹം വെച്ച് പുലർത്താതെ എല്ലാവരും നമ്മുടെ മക്കളാണെന്ന ആ ഒരു നല്ല മനസ്സ് വെച്ചുകൊണ്ട് എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറി എല്ലാവരോടും നല്ല വാത്സല്യത്തോടെയും കാരുണ്യത്തോടുകൂടെയും വർത്തിക്കുവാനും ഒരു ചെറിയ പോറൽ പോലും അന്യായമായി ഒരു മക്കൾക്കും ബാധിക്കുന്നില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഓരോ വാക്കും പ്രവൃത്തിയും നമ്മുടെ ഓരോ ഇടപെടലുകളും ഒരു കുട്ടിയാണ്, ഒരു മനുഷ്യനാണ്, അതിലൊരു ഹൃദയമുണ്ട്, അതിൽ ചില ഫീലിംഗുകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ. കുട്ടികളല്ലേ, എന്തും പറയാം, എങ്ങനെയുമാകാം എന്നൊന്നും ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ടതില്ല. അവർക്കുമുണ്ട് ഫീലിംഗുകളും അവർക്കുമുണ്ട് വേദനകളും ഒക്കെ എന്നത് തിരിച്ചറിയാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. എന്തിനും ഏതിനും ആളുകളുടെ മുമ്പിൽ ഫസ്റ്റ് പരിഹാരമായിട്ട് വരുന്നത് അവനെ അങ്ങ് തീർക്കാം എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പാണ്. അവസാന കാലമാകുമ്പോൾ യക്സുറുൽ ഹർജ്, ഹർജ് വർദ്ധിക്കും. സ്വഹാബത്ത് ചോദിച്ചു, അമൽ ഹർജു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ എന്താണ് ഹർജ്? അവിടുന്ന് പറഞ്ഞു, അൽ ഖത്ൽ അൽ ഖത്ൽ അൽ ഖത്ൽ, കൊലപാതകമാണ്. കൊന്നവൻ അറിയില്ല. ഒരാളെ കൊല്ലേണ്ട ഒരു പ്രശ്നം നമുക്കിടയിൽ ഉണ്ടായിരുന്നു. എന്തിനാണ് ഞാൻ അവനെ കൊന്നത്? പലപ്പോഴും കൊലയാളികൾ കാരണം പറയുന്നത് കേൾക്കുമ്പോ അല്ലെ, ആളുകൾ പറയാറുണ്ട്, ജീവിക്കാൻ വിട്ടുകൂടായിരുന്നു, നിനക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കിക്കൂടായിരുന്നു, എന്തിനാണ് കൊന്നുകളഞ്ഞത് എന്നൊക്കെ. ഒരു സുപ്രഭാതത്തിൽ ഒരാളും ഒരു കൊലയാളിയാകുന്നില്ല. ചില സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുമ്പോ ഒരുപക്ഷേ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്ത പൊസിഷനുകളിലേക്ക് നമ്മൾ എത്തുന്ന അവസ്ഥ ഉണ്ടാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വിശ്വാസക്കുറവ് തന്നെയാണ് ഏറ്റവും പ്രധാനം. രണ്ട്, ലക്ഷ്യബോധമാണ്. ഈ ദുനിയാവ് എന്താണെന്നുള്ള തിരിച്ചറിവില്ലായ്മ.
പലപ്പോഴും അക്രമാസക്തമായി പ്രതികരിക്കാനും തോറ്റുകൊടുക്കാതിരിക്കാനും എന്ത് ചെയ്തിട്ടും കാര്യങ്ങൾ നേടാനുമുള്ള ഒരു മനസ്സുണ്ടാകുന്നത് ലക്ഷ്യബോധമില്ലായ്മയും വിശ്വാസമില്ലായ്മയും. അതോടൊപ്പം നിറഞ്ഞ വിവരക്കേട്. എന്താ ആളുകൾ ചിന്തിക്കുന്നത്? കൂട്ടത്തല്ലിൽ ഒരാളെ കൊന്നാൽ കേസെടുക്കില്ല എന്നാണ് ഷഹബാസ് എന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ തല്ലിക്കൊന്ന അവന്റെ കൂട്ടുകാർ പരസ്പരം ഗ്രൂപ്പിലൂടെ വോയിസ് അയച്ചത്. രാജ്യത്തിന്റെ ജുഡീഷ്യറിക്ക് ഒരു പക്ഷെ നമ്മളെ പിടിക്കാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം. പക്ഷേ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. അകാരണമായി നമ്മുടെ കൈകൊണ്ട് ഒരാൾ കൊല ചെയ്യപ്പെട്ടെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിനുള്ള കുറ്റമാണ്, ശിക്ഷയാണ് പടച്ചോൻ ഒരുക്കി വെച്ചിട്ടുള്ളത്. 200 കൊല്ലമാണ് ബ്രിട്ടനിൽ ഒരു പ്രതിക്ക് കോടതി വിധിച്ചത്. 200 കൊല്ലം ജീവിക്കൂ? ഇല്ല. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഹിറ്റ്ലറെ അയാളുടെ കോളറക്കൊന്ന് പിടിച്ച് ചോദ്യം ചെയ്യാൻ പോലും ആളുകൾക്ക് കിട്ടാത്ത വിധം സ്വന്തം പിസ്റ്റൽ ഉപയോഗിച്ച് അയാൾ വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകളെ ഗ്യാസ് ചാമ്പറിട്ട് കൊന്ന ആളാണ്. അല്ലേ? ഇതുപോലെ ധാരാളം മനുഷ്യന്മാർ. സുഹൃത്തുക്കളെ, ഒരു കോടതി വരാനുണ്ട്. അവിടെ നീതി മാത്രമാണ് നടപ്പിലാകുക. വലാ തുദ്ലമു നഫ്സുൻ ഷൈഅ. ഒരതിക്രമവും നടപ്പിലാകാത്ത, നീതി നടപ്പിലാകുന്ന ഒരു കോടതി പടച്ചോന് മുമ്പിൽ വരാനുണ്ട്. അവിടെ കൊലയാളികൾക്ക് കനത്ത ശിക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ വിവരമില്ലായ്മ, ദീനിയായിട്ടുള്ള വിവരമില്ലായ്മ, ഭൗതികമായിട്ടുള്ള വിവരമില്ലായ്മ ആളുകളെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കുക, കയ്യും കാലും ഒടിച്ചിടാം, ഓനെ കൊന്നൊടുക്കാം, കൊട്ടേഷൻ കൊടുക്കാം എന്നൊക്കെയായിരിക്കും. ഇന്നതൊക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൊലയാളികൾ യഥേഷ്ടം വിലസുന്ന കാലത്ത് ഇതിനെക്കുറിച്ചൊന്നൊരു പേടി കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് എല്ലാവരും വേഗത്തിൽ അതിനാണ്. മരുമകളെ കൊന്ന പ്രായം ചെന്ന അമ്മായിമ്മയെ പോലീസ് കൊണ്ടുപോകുന്ന ദൃശ്യം കണ്ട് മൂക്കത്ത് വിരൽ വെച്ചവരാണ് നമ്മൾ. സുഹൃത്തുക്കളെ, ജാഗ്രത കാണിക്കുക. അപ്പോൾ വിശ്വാസമില്ലായ്മയും ലക്ഷ്യബോധമില്ലായ്മയും വിവരമില്ലായ്മയും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മനുഷ്യൻ നയിക്കും. 4ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, അനിയന്ത്രിതമായ വികാരങ്ങൾ. അസൂയ മൂത്തിട്ട് കൊല്ല, സംശയം മൂത്തിട്ട് കൊല്ല, ദേഷ്യവും പകയും മൂത്തിട്ട് അല്ലെ പെട്ടെന്ന് എന്തോ പറഞ്ഞ് വൈകാരികമായി വേഗം പോയി അടുക്കളയിലെ കറിക്കത്തിയെടുത്ത് കൊത്തിക്കൊല്ല. എന്നാലോചിച്ചു നോക്കി. കോപം, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. കോപം വരുമ്പോൾ നിന്നെ പിടിച്ചു നിർത്താൻ പറ്റുമോ? അതാണ് ഏറ്റവും നല്ല മസിൽ പവറിന്റെ ലക്ഷണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്താദ്യമുണ്ടായ കൊലപാതകം ഹസദിന്റെ പേരിലാണ്. ആദം നബിയുടെ 2 മക്കൾ അല്ലെ, ഒരുത്തൻ മറ്റൊരുത്തനെ കൊന്നു. അസൂയയായിരുന്നു കാരണം. പണ്ഡിതന്മാർ പറയുന്നു, തിന്മകളുടെ മൂല കാരണം 3 ഒന്ന് കിബറാണ്. പിശാജ്, ആദ്യത്തെ പാപി പിശാജിന് ബാധിച്ചത് കിബറാണ്. ആദ്യത്തെ കൊലപാതകത്തിന്റെ കാരണം ഹസദാണ്. ആദ്യം തെറ്റ് സംഭവിച്ച ആദമിനും ഹവ്വക്കും ബാധിച്ചത് ആർത്തിയാണ്. ഈ 3 എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റണം. ദേഷ്യം വരും, സ്വാഭാവികമാണ്. റോട്ടിലിറങ്ങിയ ദേഷ്യം വരും, വീട്ടിലിറങ്ങിയ ദേഷ്യം വരും, ആൾക്കാരെ വർത്താനം കേൾക്കുമ്പോൾ ദേഷ്യം വരും. ദേഷ്യം വരിക എന്നുള്ളതൊരു നാച്ചുറാണ്. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊരു കഴിവാണ്, അതൊരു യോഗ്യതയാണ്. അതുകൊണ്ട് ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞതൊക്കെ ഞാൻ ചെയ്താണോ എന്നാലോചിച്ച് നിരാശപ്പെട്ട് കാര്യം ഉണ്ടാവില്ല. ഇന്നമ സബ്റ ഇൻദ സദമത്തിൽ ഊല. ക്ഷമ ആദ്യഘട്ടത്തിലാണ് വേണ്ടത്. എല്ലാം ചെയ്ത് ഇനി അവസാനം വേണ്ടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന അവസ്ഥയല്ല ഉണ്ടാവേണ്ടത്. അപ്പോൾ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തതാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും മറ്റൊക്കെ വർദ്ധിക്കാനുള്ള 4ാമത്തെ കാരണം. 5ാമത്തെ സുഹൃത്തുക്കളെ, ആവേശമാണ്. അല്ലേ? ഓരോ ഫെസ്റ്റിവലിലും ആഘോഷങ്ങളിലും രാഷ്ട്രീയത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, അതുപോലെ തന്നെ ഇനി ഫുട്ബോളൊക്കെ വരാൻ നിൽക്കുകയാണ്. എവിടെയോ കിടക്കുന്ന കളിക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ പൊടിപിടിക്കുക, അങ്ങോട്ട് കൊണ്ട് തമ്മിത്തല്ല അല്ലെ. ഫൈനലിനും അതുപോലെ തന്നെ ഫുട്ബോളിന്റെ തലേ ദിവസമൊക്കെ കുറുവടികൾ ഒളിപ്പിച്ചു വെക്കാൻ, തോറ്റ മറ്റേ ടീമിനെ പൊട്ടിക്കാൻ. ഏത് ടീമിന്? ഈ പട്ടറകൊളുത്ത് പരസ്പര അയൽപക്ക ബന്ധം കാത്തു സൂക്ഷിച്ച് ജീവിക്കണം. നമ്മൾ തമ്മിൽ എന്തിനും ബ്രസീലും അർജന്റീനയും പറഞ്ഞ് തമ്മിലടിക്കണം? കളി കാണല് വേറെ, അതൊരു ഭ്രാന്ത് മൂത്തിട്ട് അതിനു വേണ്ടിയിട്ട് മുഴുവൻ പണം ചെലവഴിക്കുക. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും അതിന്റെ ചർച്ച, അങ്ങോട്ട് കൊണ്ട് തർക്കം, തെറിവിടി, അടിയും കുത്തും. തീരെ കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരായി പോയോ നമ്മള്? അതുകൊണ്ട് ആഘോഷങ്ങൾക്കും ആവേശങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം വേണം. നമുക്കൊരു ബൗണ്ടറി ഉണ്ട്, അതിനകത്തേ കളി പറ്റൂ. ബൗണ്ടറിക്ക് അപ്പുറത്തുള്ള കളികൾ അപകടമുണ്ടാക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മറ്റൊന്ന് സുഹൃത്തുക്കളെ, മുഖദ്ദിറാത്തുകളാണ്, ലഹരി വസ്തുക്കൾ. കൊല്ലാൻ വിചാരിച്ചിരുന്നു, പക്ഷേ ലഹരി ഉപയോഗിച്ചപ്പോൾ ആള് കൊന്നു. ഒരാളെയല്ല, നിരവധി ആളുകളെ കൊന്നു.
മറ്റൊന്ന് സിനിമകളും മറ്റുള്ള ദൃശ്യങ്ങളും ഒക്കെയാണ്. എത്രയോ സിനിമകൾ അല്ലെ, ഓരോ സിനിമകൾ കണ്ടിട്ട് ഇത്ര കൊലപാതകം, ഇത്ര ബാങ്ക് മോഷണം, ഇത്ര വ്യഭിചാരം, ഇത്ര പ്രണയം, ഇതൊക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരതിന്റെയൊക്കെ പ്രൊമോട്ടേഴ്സ്? സിനിമകൾ. ചില ആൾക്കാർ സിനിമനെ നന്നാക്കി മിനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മിനിക്കിക്കൊണ്ടിരുന്നോ? മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ ചില ജീവിക്കുന്ന ചില അടയാളങ്ങളുണ്ട്. ചില സിനിമകൾ സമ്മാനിച്ച ദുരന്തങ്ങൾ ഇന്നും പല ദുരന്തങ്ങൾ സമ്മാനിച്ചുണ്ട്. സ്വന്തം കാമുകിയെ കഴുത്തറുത്ത് വെട്ടിനുറുക്കി ഫ്രിഡ്ജിലേക്ക് കയറ്റി തലയറുത്ത് ഫ്രീസറിൽ വെച്ച് നിത്യവും ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ ആ മാംസങ്ങൾ വലിച്ചെറിഞ്ഞ് എന്നും രാവിലെ എണീറ്റ് ഫ്രീസറിലുള്ള ആ തല നോക്കിയിട്ട് അവിടെ തന്നെ വെച്ച ഒരു 25-കാരൻ അവൻ എങ്ങനെ ഇതിന് മനക്കരുത്തുണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ അവൻ സ്ഥിരമായി കണ്ട വെബ് സീരീസാണ് അതിന് കാരണമെന്ന് മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയുമ്പോ സുഹൃത്തുക്കൾ ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കൂല എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അല്ല, ഇതൊക്കെ നമ്മിൽ സ്വാധീനമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് കുടുംബസമേതം ഞങ്ങൾ ഇന്ന പടം കാണാൻ പോവാണ്, പടച്ചോനെ തൗഫീക്ക് തരണേ, ആഗ്രഹിച്ചിട്ടാണ് പടച്ചോനെ ഈ സിനിമക്ക് എത്തിച്ചത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണീര് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? ലജ്ജ തോന്നുകയാണ് അത്തരം ആളുകളോട്. നമ്മൾ കുറച്ചൊക്കെ തന്റെ ഇടമുള്ള ഐഡന്റിറ്റി ഉള്ള ആൾക്കാരായി മാറുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കറുത്ത വയറിലൂടെ അരിച്ചെത്തുന്ന ഇത്തരത്തിലുള്ള ദൃശ്യാവിഷ്കാരങ്ങൾ വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിലൊക്കെ എത്തുന്നത് ഇതൊരു പ്രശ്നമല്ല, പുകവലിക്കൽ പ്രശ്നമല്ല. ടെൻഷൻ ഉണ്ടായാൽ ചെക്കന്മാരെ കൂട്ടിയിട്ട് കള്ളുടിക്കുക, അതല്ലേ സിനിമ കാണിക്കുന്നത്? അല്ലെ, ആരെങ്കിലും ശത്രുതനെ ഓനെ തട്ടിക്കളയാ, അതല്ലേ സിനിമ കാണിക്കുന്നത്? ഇത് ചെറുപ്പം മുതലേ കാണുന്ന ഒരു കുട്ടി എന്തായി മാറും? അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കുക, സിനിമകളും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ചൈൽഡ്ഹുഡിൽ കുട്ടികൾക്ക് കിട്ടേണ്ട നല്ല പാഠങ്ങളാണ്. അവിടെ ദുശീലങ്ങൾ ശീലിച്ചാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ അധാർമിക ജീവിതങ്ങൾ കൊലപാതകത്തിന് കാരണമാണ്. അല്ലെ, ഒരു മുസ്ലിം പെണ്ണിനെ ഒരു നോൺ മുസ്ലിമായ ഭർത്താവ് കൊലപ്പെടുത്തിയെന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ വന്ന വാർത്ത. സുഹൃത്തുക്കളെ, എങ്ങനെയാണ് ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അധാർമിക ജീവിതങ്ങളും അവിഹിതങ്ങളും വർഗീയതകളും ഒക്കെ കൊലപാതകത്തിന് കാരണമായിട്ടുണ്ട്. കടുത്ത ശിക്ഷയുടെ കുറവ് ഇവിടെ നല്ലോണം ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരലോകമുണ്ട് എന്നുള്ള തികഞ്ഞ ബോധ്യം നമ്മുടെ മനസ്സിൽ യഖീനോടുകൂടെ ഉറപ്പിച്ചു വെക്കുക. അപ്പൊ നമുക്ക് എല്ലാ രംഗത്തും ഒരു കൺട്രോൾ കിട്ടും. അതിന്റെ കുറവാണ് പലപ്പോഴും എല്ലാ രംഗത്തും നിയലിച്ച് കാണുന്നത്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള ഫിത്നകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അല്ലാഹു അവർക്ക് എല്ലാവർക്കും ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യട്ടെ. ഇവിടെ ഉണ്ടായിരിക്കേണ്ട പലരും ഖബറിലാണ്. അല്ലാഹുവിന്റെ ഖബറിനെ സ്വർഗ്ഗമാക്കുമാറാവട്ടെ. നമ്മുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള മുസീബത്തുകൾ അല്ലാഹു തടുക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് സമാധാനവും സ്വാതന്ത്ര്യവും നിർഭയത്വവും ജനാധിപത്യവും അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. ജനാധിപത്യ സ്നേഹികൾക്ക് രാജ്യത്തിന്റെ അധികാരം അല്ലാഹു തിരിച്ചു നൽകുമാറാവട്ടെ. ലോകത്തുടനീളം കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളും യാതനകളും മർദ്ദനങ്ങളും ആക്രമണങ്ങളും എതിരിട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ, ഫലസ്തീനികൾ ഉൾപ്പെടെ, അല്ലാഹു എല്ലാവർക്കും ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. മനുഷ്യരെ കൂട്ടക്കുരുതിക്ക് വിധേയരാക്കി അതിലൂടെ തങ്ങളുടെ സാമ്പത്തിക ലാഭം കൊയ്തെടുക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള ലോകത്തുള്ള മുഴുവൻ ഇത്തരത്തിലുള്ള ദുശക്തികൾക്കും പടച്ച റബ്ബ് കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി ഖാദി അൽ ഹജാത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.